സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലയിലടക്കം പല മേഖലകളിലും വലിയ മാറ്റം കൊണ്ടുവരുമെന്ന അവകാശവാദവുമായിട്ടാണ് വി സതീശൻ സർക്കാർ അധികാരത്തിലേറിയത്. 10 വർഷം ഭരിച്ച പിണറായി വിജയൻ സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളാണ് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വി സതീശൻ ഉയർത്തിയത്. പ്രത്യേകിച്ച് കടമെടുപ്പ് വിഷയത്തിലും കിഫ്ബി അടക്കമുള്ള വിഷയങ്ങളിലും വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പിണറായി സർക്കാരിനെ വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഈ 2 മാസം കൊണ്ട് കടമെടുത്തത് 10,400 കോടി രൂപയാണ് എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. മെയ് 26-ന് 1,800 കോടി രൂപ വായ്പ എടുത്തിരുന്നു. 2,800 കോടി എടുത്തത് ജൂൺ 9-ന്. പിന്നാലെ ജൂൺ 23-ന് വീണ്ടും 1,800 കോടി വായ്പ എടുത്തു. ജൂലൈ 7-ന് വീണ്ടും 1,800 കോടിയും ജൂലൈ 21-ന് 2,200 കോടിയും കടമെടുത്തു എന്ന കണക്കുകൾ പുറത്തു വരുന്നു. ഡിസംബർ വരെ കേരളത്തിന് കടമെടുക്കാവുന്നത് 32,464 കോടി രൂപ മാത്രമാണ്. ഇതിനിടയിലാണ് ഈ 2 മാസം കൊണ്ട് ഇത്രയധികം വി സതീശൻ സർക്കാർ കടമെടുത്തു കൂട്ടിയിരിക്കുന്നത്. സാധാരണ രീതിയിൽ കടമെടുപ്പ് പരിധിക്കനുസരിച്ച് സർക്കാരുകൾ വായ്പ എടുക്കാറുണ്ട്. അതിനാൽ ഇതൊരു സാധാരണ നടപടിക്രമമാണ് എന്ന് വിലയിരുത്താം. എന്നാൽ സർക്കാർ അധികാരത്തിലേറി 2 മാസം കഴിയുമ്പോൾ തന്നെ ഇത്രയും ഭീമമായ തുക കടമെടുത്തത് വലിയ ആശങ്കയാവുകയാണ്. ഓണക്കാലം വരുന്ന സാഹചര്യത്തിൽ വിവിധ ആനുകൂല്യങ്ങൾ സർക്കാരിന് നൽകേണ്ടതുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസവും കടമെടുത്തത് എന്നാണ് വിവരം. 5 തവണയാണ് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം വായ്പ എടുത്തിരിക്കുന്നത്. ധവളപത്രത്തിലടക്കം കഴിഞ്ഞ സർക്കാരിന്റെ വായ്പ എടുക്കലിനെ നിശിതമായി വിമർശിച്ച കോൺഗ്രസ് ആണ് ഇപ്പോൾ അധികാരത്തിലെത്തി 2.5 മാസത്തിനകം ഇത്രയധികം രൂപ കടമെടുത്തിരിക്കുന്നത്. എന്തായാലും വിമർശനങ്ങൾ കടുക്കുകയാണ്.